ഇനി 11-ാമത്തെ ശ്ലോകമാണ്. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തോ ഭവന്തഃ സർവ ഏവ ഹി. അയനേഷു, അയനം എന്നാൽ വഴി അല്ലെങ്കിൽ സ്ഥലം. സർവേഷു, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥലങ്ങളിലും യഥാഭാഗം അവസ്ഥിത, യഥാഭാഗം അതായത് വേണ്ടുന്നിടത്തൊക്കെ, എവിടെയൊക്കെയാണോ മർമ്മസ്ഥാനങ്ങളായി വരുന്ന, പ്രധാന കേന്ദ്രങ്ങളായി വരുന്നത് ഒരു പടയുടെ, ഒരു യുദ്ധഭൂമിയിൽ, അവിടെയൊക്കെ അവസ്ഥിത, അവിടെയൊക്കെ സ്ഥാനം പിടിച്ചുകൊണ്ട്, അവിടെയൊക്കെ നിന്നുകൊണ്ട്, എവിടെയൊക്കെയാണോ ആ മർമ്മസ്ഥാനങ്ങളായി വരുന്ന അവിടെയൊക്കെ നിന്നുകൊണ്ട് ഭീഷ്മമേവാഭിരക്ഷന്തു, ഭീഷ്മം ഏവ അഭിരക്ഷന്തു, ഭീഷ്മം ഭീഷ്മപിതാമഹൻ ഏവ ആ ഭീഷ്മപിതാമഹനെ തന്നെ അഭിരക്ഷന്തു രക്ഷിക്കണം. കാരണം തങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ളതായ, ശസ്ത്രാസ്ത്ര വിദ്യകളിൽ ഏറ്റവും പ്രാഗൽഭ്യമുള്ളതായിട്ടുള്ള ആളാണ്, ഏറ്റവും തലമുതിർന്ന കാരണവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഭീഷ്മപിതാമഹനെ വേണ്ട ഭാഗങ്ങളിലൊക്കെ നിന്നുകൊണ്ട് വേണ്ട പിന്തുണയെല്ലാം കൊടുക്കുകയും വേണം, രക്ഷിക്കുകയും വേണം. ഭവന്ത സർവ ഏവ ഹി, ഭവന്ത എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും, ഭവന്ത സർവ നിങ്ങളെല്ലാവരും, അതായത് ദ്രോണാചാര്യർ മാത്രമല്ല എല്ലാവരും വേണ്ട ഇടങ്ങളിലൊക്കെ നിന്ന് ശത്രുപക്ഷത്ത് നിന്നും ഭീഷ്മപിതാമഹനെ രക്ഷിക്കണം. നമുക്ക് ആൾബലം കുറവല്ല, ധാരാളം യുദ്ധപരാക്രമികളുണ്ട് എന്ന് ദുര്യോധനനൊന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ആ എല്ലാവരും എന്ന് പറയുന്നതിൽ ദ്രോണാചാര്യരും വരുന്നുണ്ട്. സർവ ഏവ ഹി, അതായത് നിങ്ങളെല്ലാവരും തന്നെയും വേണ്ട സ്ഥാനങ്ങളിലൊക്കെ നിന്നിട്ട് ഭീഷ്മപിതാമഹനെ രക്ഷിക്കണം. ഇവിടെ നോക്കൂ, തൊട്ട് മുൻപ് പറഞ്ഞു ഭീഷ്മപിതാമഹനാൽ സംരക്ഷിക്കപ്പെടുന്ന ഈ കൗരവ സൈന്യം ഏത് തരത്തിൽ നോക്കിയാലും സാക്ഷാൽ ഭീമനാൽ സംരക്ഷിക്കപ്പെടുന്ന സൈന്യത്തെക്കാൾ അപര്യാപ്തമാണ് എന്ന് പറയുന്നുണ്ട്. ഇവിടെ ദുര്യോധനന് ഒന്ന് തൻ്റെ സൈന്യബലത്തെ നന്നായിട്ടറിയാം, എന്നാൽ ആ സമയത്ത് ദ്രോണാചാര്യരോടൊപ്പം വന്നിട്ട് എതിർപക്ഷത്തെ ഒന്ന് കാണുവാൻ വരുമ്പോൾ മനസ്സിലുണ്ടാകുന്ന ഒരു ചാഞ്ചല്യവും കൂടിയാണിത്. ആ രണ്ട് സൈന്യത്തെ താരതമ്യപ്പെടുത്തുമ്പോൾ ദുര്യോധനൻ അറിയാം തൻ്റെ സൈന്യം, ആ ഒരു സായുധ സേനാബലം അളവറ്റതാണ് എന്ന് നന്നായിട്ടറിയാം. തന്നെയല്ല, പിതാമഹനായിട്ടുള്ള ഭീഷ്മ പിതാമഹൻ തങ്ങളോടൊപ്പം ഉണ്ട് താനും. ഏറെ കൈത്തഴക്കമുള്ള അഥവാ ഭീഷ്മ പിതാമഹൻ്റെ കൈകളിൽ തങ്ങളുടെ സൈന്യവും രാജ്യവും മറ്റ് യോദ്ധാക്കളും സുരക്ഷിതമാണെന്നും ദുര്യോധനന് നന്നായിട്ടറിയാം. മറിച്ച് പാണ്ഡവരുടെ ആ പരിമിതമായ സൈന്യത്തെക്കുറിച്ച് നല്ല ബോധ്യമുണ്ട്. തന്നെയല്ല, പാണ്ഡവ സൈന്യത്തിലുള്ളവർക്കൊക്കെയും അതിലേറെ പേർക്കും യുദ്ധപരിചയം കുറവാണ് താനും. പക്ഷേ ഇവിടെ ഭീഷ്മ പിതാമഹനോട് ഒന്ന് തുലനം ചെയ്യുവാൻ പോലും സാധിക്കാത്തത്ര ചെറുതാണ് ഭീമനെന്ന് നന്നായിട്ടറിയാം. കാരണം അത്രമാത്രം ശക്തനായ ഒരു പോരാളിയാണ് ഭീഷ്മ പിതാമഹന്. എന്നിരുന്നാലും ദുര്യോധനൻ ഒരു കാര്യം വ്യക്തമുണ്ട്, തനിക്ക് ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ തന്നോട് നേരെ നിന്ന് പോരിടാൻ തക്ക പ്രാപ്തിയുള്ള ഏക വ്യക്തി ഭീമൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഭീമനേക്കാൾ വളരെയേറെ കഴിവുള്ള ഭീഷ്മ പിതാമഹൻ്റെ സൈന്യം തന്നോടൊപ്പം ഉണ്ടായിട്ടും പരാജയത്തിൻ്റെ ഒരല്പം ആശങ്ക ദുര്യോധനനിൽ നന്നായിട്ടുണ്ടായിരുന്നു. ഭീഷ്മ പിതാമഹൻ ജീവനോടെ ഇരുന്നാൽ തനിക്ക് ആപത്ത് വരില്ല, അത്രമാത്രം ഭീമനെ അപേക്ഷിച്ച് ഭീഷ്മ പിതാമഹൻ ശക്തനാണ് എന്ന് ദുര്യോധനൻ അറിയാം. അവിടെ അപ്പോൾ തൻ്റെ തന്നെ സുരക്ഷ ഉറപ്പാക്കണമെങ്കിൽ ഭീഷ്മ പിതാമഹൻ്റെ സുരക്ഷയ്ക്കാവണം മുൻഗണന കൊടുക്കേണ്ടത് എന്നറിയാം. ഭീഷ്മ പിതാമഹൻ ജീവനോടെ ഇരിക്കുന്നിടത്തോളം കാലം തനിക്ക് ആപത്തൊന്നും ഉണ്ടാകില്ല. തന്നെയല്ല, മുൻപൊരിക്കൽ ഭീഷ്മ പിതാമഹൻ ചെയ്ത ഒരു പ്രതിജ്ഞയും അങ്ങനെയായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ആ രാജ്യത്തിൻ്റെ ഈ ഒരു കുലത്തെയും സംരക്ഷിക്കുന്നതിന് ഭീഷ്മ പിതാമഹൻ
ഏതറ്റം വരെയും പോകുമെന്നറിയാം. ധർമ്മം എതിർപക്ഷത്താണെന്ന് അറിയാഞ്ഞിട്ടല്ല ഭീഷ്മ പിതാമഹൻ കൗരവപക്ഷത്ത് ചേർന്നത്. താൻ കൊടുത്ത ഒരു പ്രതിജ്ഞ, ഈ രാജ്യത്തെയും ഈ കുലത്തെയും സംരക്ഷിക്കുന്നതിന് വേണ്ടി, കുലത്തോടൊപ്പം നിൽക്കുന്നതിന് വേണ്ടി കൊടുത്ത പ്രതിജ്ഞ പാലിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഇവിടെ അതുകൊണ്ടാണ് എങ്ങനെയും ഏതു വിധേനയും മർമ്മപ്രധാന കേന്ദ്രങ്ങളിലൊക്കെ അല്ലയോ ദ്രോണാചാര്യരെ, അങ്ങും നമ്മുടെ പരാക്രമികളായിട്ടുള്ള മറ്റു പോരാളികളും വേണ്ട സ്ഥാനങ്ങളിലൊക്കെ ഇടം പിടിച്ച് ഭീഷ്മ പിതാമഹനെ ഏതു പ്രകാരത്തിലും സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് ദുര്യോധനൻ പറയുന്നത്. ഇനി അടുത്തത് 12ാമത്തെ ശ്ലോകമാണ്. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധഃ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദധ്മൗ പ്രതാപവാൻ. തസ്യ സഞ്ജനയൻ ഹർഷം, തസ്യ ദുര്യോധനന, സഞ്ജനയൻ അതായത് ജനിപ്പിക്കുക, സഞ്ജനയൻ ജനിപ്പിക്കുക, എന്ത്, ഹർഷം സന്തോഷത്തെ ജനിപ്പിച്ചുകൊണ്ട്, കുരുവൃദ്ധ ആ കുരുക്കളിൽ, അതായത് കൗരവപക്ഷത്ത് ഏറ്റവും വൃദ്ധ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുതിർന്നവനായിട്ടുള്ള പിതാമഹ ഭീഷ്മ പിതാമഹൻ, സിംഹനാദം വിനദ്യോച്ചൈ, സിംഹനാദം സിംഹത്തിൻ്റേതുപോലുള്ള തൻ്റെ ശബ്ദം ധ്വനിപ്പിച്ചുകൊണ്ട്, വിനദ്യ എന്ന് പറഞ്ഞാൽ അങ്ങനെ ധ്വനിപ്പിക്കുക, ഉച്ചൈ വളരെ ഉച്ചത്തിലാണ് ധ്വനിപ്പിച്ചുകൊണ്ട്, ശംഖം ദധ്മൗ പ്രതാപവാൻ, ശംഖം തൻ്റെ ശംഖിനെ, ദധ്മൗ എന്ന് പറഞ്ഞാൽ ഊതി, പ്രതാപവാൻ അദ്ദേഹം വളരെ പ്രതാപശാലിയായിട്ടുള്ള ആളാണ്. ഗംഗാദേവിയുടെ പുത്രനാണ്, ശന്തനു മഹാരാജാവിൻ്റെ പുത്രനാണ്. ഇതിലേറെ തൻ്റെ വളരെ ഭീഷ്മമായിട്ടുള്ള ദൃഢമായിട്ടുള്ള പ്രതിജ്ഞ കൊണ്ട് കേൾവി കേട്ടിട്ടുള്ള ആളാണ്. ഇന്ദ്രിയങ്ങളെ വശീകരിക്കുന്നതിൽ, തൻ്റെ അധീനതയിലാക്കുന്നതിൽ ഏറ്റവും മികച്ചവനാണ്. ഇന്ദ്രിയങ്ങൾ ജയിച്ചവൻ തന്നെ ജീവിതത്തിലും വിജയിയാകുമെന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഭീഷ്മ പിതാമഹൻ, പ്രതാപശാലിയായിട്ടുള്ള കൗരവപക്ഷത്ത് ഏറ്റവും മുതിർന്നവനായിട്ടുള്ള മുത്തച്ഛനായിട്ടുള്ള ആ ഭീഷ്മ പിതാമഹൻ, അദ്ദേഹം ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുമാറ് ആ തൻ്റെ ശംഖത്തെ ഊതി, എങ്ങനെ സിംഹം ഗർജിക്കുന്നത് പോലെയുള്ള ശബ്ദം എന്ന് പറഞ്ഞാൽ അത്ര അത്യുച്ചത്തിൽ തൻ്റെ ശംഖം എടുത്ത് ഊതി, അഥവാ യുദ്ധത്തിന് തങ്ങൾ തയ്യാറാണ്, യുദ്ധം ചെയ്യുവാൻ തങ്ങൾ തയ്യാറാണ് എന്ന് ഭീഷ്മ പിതാമഹൻ ആ യുദ്ധഭൂമിയിൽ ശംഖൂതി അറിയിച്ചു. അവിടെ ഭീഷ്മ പിതാമഹൻ അറിയായകയല്ല തൻ്റെ എതിർപക്ഷത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന്റെ സൈന്യമേ യുദ്ധത്തിൽ വിജയിക്കുമെന്ന്. നമുക്കറിയാം, മാതാവിൻ്റെ അനുഗ്രഹം വാങ്ങാൻ ചെല്ലുമ്പോൾ അവിടെ ദുര്യോധനനോട് പറയുന്നത് തന്നെ ഗാന്ധാരി യഥോ ധർമ്മസ്തതോജയ എന്നാണ്. എവിടെയാണോ ധർമ്മമുള്ളത് അവിടെയേ ജയമുണ്ടാവൂ എന്ന് പറയുന്നുണ്ട്. അത് ഒരുപക്ഷെ ഭഗവാന്റെ ഒരു കളിയായിരുന്നിരിക്കാം ഗാന്ധാരിയുടെ വാക്കുകളിലൂടെ അങ്ങനെ കൊണ്ടുവന്നത്. ഇവിടെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ യഥോ കൃഷ്ണ തതോ ജയ, എവിടെയാണോ ശ്രീകൃഷ്ണ ഭഗവാനുള്ളത് അവിടെ ജയമുണ്ടാവുകയുള്ളൂ. ഇത് ഭീഷ്മ പിതാമഹന് നന്നായിട്ടറിയാം, അറിയാഞ്ഞിട്ടല്ല. പക്ഷേ ഇവിടെ ഈ ശംഖ് ഊതുന്നതിലൂടെ ഭീഷ്മ പിതാമഹന് നന്നായിട്ടറിയാം ഇവിടെ ദുര്യോധനൻ്റെ മനസ്സിൽ നടക്കുന്ന ഈ ഒരു ചാഞ്ചല്യം നന്നായി അറിയുന്നുണ്ട്. ആ തിരിച്ചറിവിൽ ദുര്യോധനൻ ഒരല്പം സന്തോഷമായിക്കോട്ടെ, ശരി നമുക്ക് യുദ്ധം തുടങ്ങാം എന്നുള്ള രീതിയിൽ ഒരു മുത്തച്ഛൻ്റെ സ്ഥലത്ത് നിന്നുകൊണ്ട്, ആ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഭീഷ്മ പിതാമഹൻ ശംഖൂതി, എങ്ങനെ സിംഹനാദം പോലെ, അതായത് തൻ്റെ ആ ശക്തി, തങ്ങൾക്ക് യുദ്ധത്തിൽ ജയിക്കുവാൻ കഴിയുമെന്ന് ദുര്യോധനൻ ഒരു പരോക്ഷമായിട്ടൊരു ബലം, ഒരു ആത്മബലം കൊടുക്കുകയാണോ, മനോധൈര്യം കൊടുക്കുകയാണോ എന്ന് തോന്നുമാറുച്ചത്തിൽ ശംഖൂതി. കാരണം ദുര്യോധനന് നന്നായിട്ടറിയാം തങ്ങളുടെ സൈന്യത്തിൻ്റെ ജയവും പരാജയവും ഭീഷ്മ പിതാമഹനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെയും ദ്രോണാചാര്യരുടെയും പിന്തുണ തനിക്കുണ്ടെങ്കിൽ
ഈ യുദ്ധം തനിക്ക് നിഷ്പ്രയാസം ജയിക്കാനാകുമെന്ന ഒരു അബദ്ധധാരണയും ദുര്യോധനനിലുണ്ടായിരുന്നു. അതാണിവിടെ ഈ ശംഖൂതലിലൂടെ കാണിച്ചു തരുന്നത്.